അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അതൊരു എക്സാമ്പിളിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമ്പൈൻഡ് മീൻ എക്സ് ബാർ 1 2 എന്ന് പറയുന്നത് 3000. മെൻ സാലറി മെൻ പറയുന്നത് 3200. സാലറി വുമൺ ആവറേജ് ആണ്ടത് എക്സ് ഇക്വൽ ടു ഇത് 2200. നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് നമ്പർ ഓഫ് മെയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന N1, നമ്പർ ഓഫ് ഫീമെയിൽ അസ്യൂം ചെയ്യുന്നു N2. ടോട്ടൽ നമ്പർ ഫിസിക്കൽ ടു 100 ആണെന്ന് നമ്മൾ കരുതുന്നത്. പിന്നെ N2 കൂടി ടോട്ടൽ 100 ആയിരിക്കുമല്ലോ, പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോഴേക്കും x12 N1 N1 പ്ലസ് N2 2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇതിൽ N1 പ്ലസ് N2 ഫിസിക്കൽ ടു 100 ആണ്. അപ്പോൾ N2 എന്ന് പറഞ്ഞാൽ 100 മൈനസ് N1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3000 ഫിസിക്കൽ ടു N1 ഇൻറ്റു 3200 പ്ലസ് N2 പ്ലസ് മറ്റേ N2 എന്ന് പറയുന്നത് 3200, പിന്നെ 2200 എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ എണ്ണം ഇൻറ്റു N2 എന്ന് പറഞ്ഞാൽ 100 മൈനസ് N1 ആണല്ലോ, അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി. ഇനി അതിനൊന്നും കൂടി ഈ 100ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 3000 ഇൻറ്റു 100 ഫിസിക്കൽ ടു 3200 N1 പ്ലസ് ഈ 2200ന് 100 ചൂണിക്കുമ്പോൾ 22,000,000 മൈനസ് 2200 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നമ്മളതൊന്നും കൂടി ഇത് കറക്റ്റ് ചെയ്യുമ്പോഴേക്കും 3 ലക്ഷം ഫിസിക്കൽ ടു എത്രയാണ് ഇവിടെ വരുന്നത് 2,20,000 പ്ലസ് ഈ 3200-ഉം 2200-ഉം കൂടി മൈനസ് ചെയ്ത് പോകുമ്പോൾ അത്ര 3200 നിന്ന് 3200 മൈനസ് 2200 ഇസിക്കൽ ടു 1000. അപ്പോൾ 1000 N1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ 1000 N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ 3 ലക്ഷത്തിൽ നിന്ന് ഈ മൈനസ് അതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു 2,20,000 കുറച്ച് കഴിഞ്ഞാൽ 1000 N1 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 3 ലക്ഷം മൈനസ് 2,20,000 ഫിസിക്കൽ ടു 80,000. അപ്പോൾ 80,000 എന്ന് പറഞ്ഞാൽ 1000 N1 ആണ്. അപ്പോൾ N1 എന്ന് പറയുമ്പോൾ 1000 N1. N1 എന്ന് പറയുമ്പോഴേക്കും 80,000 ഡിവൈഡഡ് ബൈ 1000 സിക്കൽ ടു 3 പോയി 80. N1 80 ആണ് 80. അപ്പോൾ N2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മൈനസ് N1, അതായത് 100 മൈനസ് 80 എന്ന് പറയുമ്പോൾ 20 കിട്ടി. അപ്പോൾ N2 20 ആണ്, N1 80 ആണ്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ 80 ആണ്, പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ എന്ന് പറയുമ്പോൾ 20 ആണ്.